നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അപ്പൊ രാമനാഥൻ സാറിന് ഇതൊന്നും അറിയില്ലായിരുന്നോ? ഞാൻ വിചാരിച്ച ശബരിയല്ല അവന്റെ അച്ഛനോട് പറഞ്ഞു കാണുമെന്നാ. അല്ല, നിങ്ങൾ അച്ഛനും മകനും നല്ല കൂട്ടായിരുന്നല്ലോ. മതി സുശീല, ഇനി നീ കൂടുതലൊന്നും പറയണ്ട. എനിക്കറിയേണ്ടത് ഞാൻ എന്റെ മോനോട് ചോദിച്ചോളാം. അവനൊന്നും വിട്ടു പറയില്ല അച്ഛാ. ദയ പണ്ട് വേറൊരുത്തന്നെ രജിസ്റ്റർ മാരേജ് ചെയ്തെങ്കിൽ ആ കാര്യം നമ്മൾ അറിയണ്ടേ? അതെ ആന്റി, വെറുതെ ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞുണ്ടാക്കില്ല. അല്ലെങ്കിൽ തന്നെ ദയ മാനസികമായിട്ട് തകർന്നിരിക്കുക. ആ തകർച്ചയിൽ നിന്ന് അവളെ രക്ഷിക്കാനുള്ള വഴിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതൊന്ന് പറയാൻ രാമനാഥൻ സാർ സമ്മതിക്കണ്ടേ? അനന്തമാഷിന് പോലും അറിയാത്ത രഹസ്യങ്ങളാ രാമനാഥൻ സാറേ ഇതൊക്കെ. പ്രായത്തിന്റെ എടുത്തുചാട്ടത്തിലേ ദയക്ക് പറ്റിപ്പോയ ചില അബദ്ധങ്ങളായിരിക്കും. പക്ഷേ ഇപ്പൊ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ കുടുംബമല്ലേ? അതിന്റെ പരിഹാരം ഉണ്ടാക്കണ്ടേ രാമനാഥൻ സാറേ? സുശീല ചേച്ചിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് വിശദമായിട്ട് പറഞ്ഞു കൊടുക്ക്. അച്ഛനത് കേട്ടോന്നേ. ഞാൻ പറയാം. ദയ പ്രേതമാണെന്ന് കരുതി പേടിക്കുന്നതേ ഈ ചത്തുപോയ അവന്റെ അനിയനെയാ. അവനെ പിടിച്ചു കെട്ടി ദയയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി 4 എണ്ണങ്ങ് പൊട്ടിച്ചു വിട്ടാലേ അതോടെ അവിടെ ദേഹത്തുള്ള ബാധ ഒഴിയും. പക്ഷേ അവൻ എന്തുദ്ദേശത്തിലാ വന്നിരിക്കുന്നതെന്നും കൂടി നമുക്കറിയണ്ടേ? ഞാനിതൊക്കെ ഇവിടെ വന്ന് പറഞ്ഞത് നിങ്ങളുടെയൊക്കെ നന്മയ്ക്ക് കൂടെ വേണ്ടിയിട്ടാ സാറേ. പക്ഷേ ചിലരൊക്കെ സുശീല കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞേക്കും. ഞാനതൊന്നും കാര്യമാക്കുന്നില്ല. എന്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നിയത് ഞാൻ ചെയ്തു. എന്നാ പിന്നെ ഞാനങ്ങോട്ട് പൊയ്ക്കോട്ടെ. ശരി.